ഹേ ഓൾ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് 3/4 കപ്പ് പരിപ്പ്, കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 2 തണ്ട് കറിവേപ്പില, കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഏത് വെജിറ്റബിൾ ആയാലും കുറഞ്ഞ ക്വാണ്ടിറ്റി വീതം എടുക്കുക. ഒരു 5-6 പീസസ് ആയിട്ട് എടുത്താൽ മതിയാവും. ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് വെണ്ടയ്ക്ക ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ വെള്ളവും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ അതേ ലെവലിലായിരിക്കണം വെള്ളം ചേർക്കേണ്ടത്. ഇനി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി പുളിവെള്ളം കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് കറി തിളപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല സിമ്മിലായിട്ട് വേണം, ഫ്ലെയിം നല്ല സിമ്മിലാക്കിയിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഈ മസാല കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സെയിം പാനിൽ എണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക വറുത്ത് വരാം. വെണ്ടയ്ക്കയുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം കറി നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 4-5 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി, കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം.
ഇനി കുറച്ച് ഒരു നുള്ള് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് അത് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം.